ശങ്കരപ്പിള്ള സാറിന്റെ രക്ഷാപുരുഷൻ എന്ന നാടകം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന നാടകമാണ് ഈ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകം. അത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ് കടമ്പനിട്ട രാമകൃഷ്ണൻ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ബാച്ചിലറാണ്, വേറെ പണിയൊന്നുമില്ല, വൈകുന്നേരം വേറെ പണിയൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഈ റിഹേഴ്സൽ കാണാൻ അവിടെ പോയിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും അവിടെ പോയി വൈകുന്നേരം അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാൾക്ക് തൃശ്ശൂരുകാരനാണ്, അയാൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. അവിടെ നിന്ന് ഫോൺ വന്നിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ പുള്ളി കടമ്പനിട്ട, നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ അയാൾക്ക് ഡമ്മിയായിട്ട് നിന്നുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെന്താ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡമ്മിയായിട്ട് നിന്ന് 2-3 ദിവസം ചെയ്തു. അപ്പോഴത്തേക്കും അയാൾ വരേണ്ട സമയത്ത് വരുന്നില്ല. അയാൾക്ക് അവിടെ ആരോ സുഖമില്ലാതെ കിടന്നിട്ട് അവർ മരിച്ച, അപ്പോൾ പുള്ളി വന്നില്ല. അപ്പോൾ അത് എനിക്ക് തന്നെയായി ആവേശം. അങ്ങനെ ഒരു പകരക്കാരനായിട്ടാണ് തിരുവനന്തപുരത്ത് നാടകവേദിയിൽ ആദ്യമായിട്ട് കയറുന്നത്. ഈ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ട് ഡബിങ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ പിന്നെ ചാരുഹാസനൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ചാരുഹാസൻ മലയാളത്തിലെ ലെനിൻ രാജേന്ദ്രൻ ചെയ്തൊരു സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ കമന്ററീസ്. എന്റെ കേരളം എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം വന്നിരുന്നു. ചിന്തരവി ചെയ്ത ഒരു പ്രോഗ്രാം. അതിന്റെ ഫുൾ വോയിസ് ഓവർ ഞാനായത്. 2 പേരാണ്, മെയിലും ഫീമെയിലും. മെയിൽ പോർഷൻ മുഴുവൻ ഞാൻ ചെയ്തു, ഫീമെയിൽ മീന ചെയ്തു, മീന നെവിൽ. മോഹൻലാലുമായിട്ട് പുലിമുരുകനിൽ നല്ലൊരു വേഷം ചെയ്തു. എന്താണ് മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ളത്? പുള്ളി അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. മുടവ് മുകളിൽ. അതിൻ്റെ കുറച്ചപ്പുറത്തായിരുന്നു ഞാൻ താമസിച്ചത്. എൻ്റെ വൈഫിൻ്റെ വീട് അവിടെയാണ്. ഞാൻ അവിടെയായിരുന്നു താമസിച്ചത് കുറച്ച് ദിവസം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പുള്ളി, ഞാൻ ഓഫീസിൽ വരുന്നതും ആ സമയമാണ്. അപ്പോൾ പുള്ളി ബസ് കയറാനാണ് മുടവുമോൾ ജംഗ്ഷൻ, അത് തന്നെ അങ്ങോട്ട് തിരിയുന്ന ജംഗ്ഷൻ, അവിടെ വന്നേക്കും. അപ്പോൾ മതിലിൻ്റെ പുറത്ത് കയറി മറ്റേ സജ്ജിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിപ്പാണ്. അന്ന് കാണാൻ തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ ഈ ആളാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് മഞ്ഞൾ, നമ്മൾ അന്നത്തെ എല്ലാ ചെറുപ്പക്കാരും കണ്ടൊരു സിനിമയാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അത് കാണാൻ പോയി. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളി എന്തിനാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്? പുള്ളിയുടെ സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളി പിന്നെ വിശ്വനാഥ് നായർ സാറിൻ്റെ മോനാണല്ലോ, സെക്രട്ടറി ആയിരുന്നല്ലോ, ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. മാത്രമല്ല പുള്ളിക്ക് സിനിമാ നടൻ്റെ രൂപമൊന്നുമില്ലല്ലോ, ശബ്ദമില്ല, അങ്ങനെയുള്ള രൂപമല്ല. അന്നത്തെ മമ്മൂട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള സുകുമാരൻ അങ്ങനെയുള്ള ആളുടെ രൂപമൊന്നും അല്ലല്ലോ. പുള്ളിക്കൊരു വേറൊരു ഇതല്ലേ. അപ്പോൾ പുള്ളി എന്തിനാ സിനിമയിൽ അഭിനയിക്കാൻ പോയത്? പക്ഷേ ഈ മനുഷ്യൻ ഈ കേരളത്തിലെ എല്ലാ മലയാളികളെയും, എൻ്റെ കേരളത്തിലെ നല്ല ലോകത്തുള്ള എല്ലാ മലയാളികളെയും പുള്ളിയുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നു. പുള്ളിയുടെ അതാണ് ഞാൻ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അതൊരു ഭയങ്കര ഒരു ജീനിയസ് എന്ന് പറയാം. തീർച്ചയായും അതും നിമിത്തമാണ്. തീർച്ചയായും.